സഞ്ജയ് അവളെ തന്നെ മതിമറന്ന് നോക്കി നിന്നു. അവൾക്കടുത്തേക്ക് നടക്കാൻ അവൻ്റെ കാലുകൾ വെമ്പൽ കൊണ്ടു. അവൻ പതുക്കെ അവൾക്കരികിലേക്ക് നടന്ന് ശ്രമിച്ചതും മുന്നിലേക്ക് ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ട അതേ മുത്തശ്ശി ഇടുപ്പിൽ കൈവച്ച് തന്നെ നോക്കി നിന്നു. നിന്നെ ഞാൻ ഇന്നലെ നോക്കി വെച്ചിരുന്നതാ. പെൺപിള്ളേർ എവിടെയുണ്ടോ അവിടെ വട്ടയിട്ട് കറങ്ങുവാണല്ലോ നീ. ഇതിനു മുൻപേ നിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഏതാ നീ? എന്തിനിവിടെ കടന്ന് കറങ്ങുന്നേ? അയ്യോ മുത്തശ്ശി, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ പെൺപിള്ളേരെ നോക്കാൻ വന്നു നിന്നതല്ല. ജസ്റ്റ് ഇതുവഴി പോയപ്പോൾ സൗണ്ട് കേട്ട് വന്നു നോക്കിയതാ. എടാ കൊച്ചനെ, നിന്റെ ഈ പ്രായം കഴിഞ്ഞ് വന്നവളായി ഞാൻ. അപ്പം പിന്നെ നിന്റെ ഈ സൂക്കേട് എന്തെന്ന് എനിക്ക് മനസ്സിലാവും. ഇനി നിന്നെ ഈ പെൺകുട്ടികൾ കൂടുന്ന ഭാഗത്തെങ്ങാനും കണ്ടാലുണ്ടല്ലോ, പിന്നെ നീ എൻ്റെന്ന് വാങ്ങിയിട്ടേ പോകും. സഞ്ജയ് അതിനൊന്ന് പുഞ്ചിരിച്ചു. നിന്ന് ചിരിക്കാതെ പോടാ. ഇനി ഇവിടെ നിന്ന് താളം ചവിട്ടിയാലുണ്ടല്ലോ, ഞാൻ ആളെ വിളിച്ചു കൂട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. അത് ഞാനൊന്നും ചെയ്തില്ലല്ലോ. പെൺപിള്ളേരെ വായി നോക്കി നിന്നതും പോരാ, അവൻ നിന്ന് എന്നോട് തർക്കിക്കുവാ. ഞാൻ നിർത്തി. ഇനി ഇങ്ങോട്ടേക്ക് നോക്കാനേ വരുന്നില്ല. അത്രയും പറഞ്ഞ ആ മുത്തശ്ശിയെ കടുപ്പിച്ചൊന്ന് നോക്കിയിട്ട് അവൻ അവിടെ നിന്നും നടന്നകന്നു. അപ്പോഴും മനസ്സിലാ മുത്തശ്ശി കാരണം അവളോടൊന്നും മിണ്ടാൻ പറ്റിയില്ലല്ലോ എന്നായിരുന്നു. വൈകുന്നേരം വീണ്ടും ദീപാരാധന തൊഴാൻ സഞ്ജയ് അമ്പലത്തിലേക്ക് പോയിരുന്നു. അവൻ കാണുന്നത് ചുറ്റമ്പലത്തിൽ ദീപപ്രഭയിൽ ദേവിയെ കണ്ണുകളടച്ച് കൈകൂപ്പി തൊഴുതു നിൽക്കുന്ന പല്ലവിയെയാണ്. അവൻ അവൾക്കെതിരെ വന്നു നിന്നു. എല്ലാവരും കൈകൂപ്പി ദേവിയെ തൊഴുതു നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന പല്ലവിയെയാണ്. അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അവനിൽ എന്തെന്നില്ലാത്തൊരു തരം അനുഭൂതി ഉണർന്നു. ആ അനുഭൂതിയെ നിഷ്പ്രയാസം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവൾക്കടുത്ത് ചേർന്ന് ആ മുത്തശ്ശി വന്നു നിന്നു. അവരെ കണ്ടതും അവൻ മനസ്സിൽ അവരെ ഒന്ന് ഇരുത്തി സ്മരിച്ചു. എന്നിട്ട് അവളിലുള്ള നോട്ടം മാറ്റി ദേവിയെ തൊഴുതിറങ്ങുമ്പോൾ പിന്നാലെ ആ മുത്തശ്ശി വരുന്നത് കണ്ടു. അവൻ വേഗം അവിടെ നിന്നും പോന്നു. കാരണം ഇനി അവിടെ നിന്ന് ആൾക്കാരെ മുന്നിലിട്ട് അവർ ചിലപ്പോൾ നാണം കെടുത്തിയെന്ന് വരും. തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ അരവിന്ദനോട് അവളെ പറ്റി പറയണമെന്ന് ഉറപ്പിച്ചു. അവൾ ആരാ എന്താ എന്നൊക്കെ അവനിൽ കൂടെ കണ്ടെത്തുന്നതിന് വേണ്ടി. എന്നാൽ സഞ്ജയ് വീട്ടിലേക്ക് വരുമ്പോൾ ധൃതിയിൽ ബാഗിൽ തുണികൾ അടുക്കുന്ന അരവിന്ദനെയാണ് കണ്ടത്. നീ എന്തിനാ തുണിയൊക്കെ പാക്ക് ചെയ്യുന്നേ? ആകെ പ്രശ്നമാ. സഞ്ജയ് എന്നെ അന്വേഷിച്ച് പോലീസ് ഏതു നിമിഷവും ഇങ്ങോട്ട് വരാം. അവർ വന്ന നമ്മുടെ എല്ലാ കള്ളക്കളിയും ഇവിടെ അറിയും. അതുകൊണ്ട് തന്നെ അതിനു മുന്നേ ഞാൻ അങ്ങോട്ട് പോകുന്നതാ നല്ലത്. പോലീസ് നിന്നെ തേടി ഇങ്ങോട്ട് വരാൻ മാത്രം ഇപ്പം എന്താ ഉണ്ടായേ? പവിത്രയെയും മുരുകനെയും ഒരു പെൺകുട്ടിയെയും പോലീസ് പൊക്കി. പവിത്രയെ നിനക്കറിയാലോ, അവളുടെ നിലനിൽപ്പ് എപ്പോഴും നോക്കുന്നേ. പോലീസ് ചോദിച്ചപ്പോൾ എന്നെ ഒറ്റിയവൾ. ഏതു നേരവും എന്നെ അന്വേഷിച്ച് അവർ ഇവിടെ എത്തും. അതിനു മുന്നേ എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. തൽക്കാലം അച്ഛനോടും അമ്മയോടും ജോലിയുടെ മാറ്റിവെക്കാൻ പറ്റാത്ത ആവശ്യമായി പോകുന്നെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് എൻ്റെ സ്ഥാനത്ത് നിന്ന് നീ വേണം എൻ്റെ ചേച്ചിയുടെ കല്യാണം നടത്താൻ. അവരെന്തിനെ പിടിച്ചേ? കാര്യം തെളിയിച്ചു പറഞ്ഞിട്ട് പോ. ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കാൻ പറ്റില്ലടാ. എനിക്ക് എത്രയും വേഗം അവിടെ എത്തണം. അത് പറഞ്ഞ് അരവിന്ദ് അവിടെ നിന്ന് പോയിരുന്നു. അരവിന്ദിൻ്റെ അച്ഛനൊപ്പം അവനില്ലാത്തത് കൊണ്ട് കല്യാണം ഒരുക്കങ്ങൾ അച്ഛനോടൊപ്പം തന്നെ നിന്നു. പിന്നീടുള്ള ദിവസങ്ങൾ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് പല്ലവിയെ കാണാൻ പോകാൻ കഴിഞ്ഞില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ അതിലവന് നല്ല നീരസം തോന്നി. കല്യാണ തലേന്നായതുകൊണ്ട് ഒരുപാട് റിലേറ്റീവ്സ് വരുന്നത് കൊണ്ട് നിന്ന് തിരിയാൻ സഞ്ജയ്ക്ക് കഴിഞ്ഞില്ല. അവൻ ഓടി നടന്ന് അവിടെയുള്ള കാര്യങ്ങൾ അരവിന്ദില്ല എന്നുള്ള കുറവില്ലാതെ എല്ലാം ഭംഗിയായി ചെയ്തു. വീട്ടിൽ വെച്ച് തന്നെ താലികെട്ടും സദ്യവട്ടങ്ങളും ഒരുക്കുന്നത് കൊണ്ട് തന്നെ വീട്ടുമുറ്റത്ത് ഉയർന്ന കതിരമണ്ഡപവും നിറയെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കേണ്ടതുണ്ട്. അത് ഭംഗിയായി ചെയ്തു നിൽക്കുമ്പോഴാണ് ഒരു കുഞ്ഞു പെൺകുട്ടി തന്നെ വന്ന് ഇടിച്ചിട്ട് ഓടിയത്. താൻ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് ആ കുട്ടിയുടെ അമ്മ അതിനെ വഴക്ക് പറയുന്നതാണ്. അവൻ അവർക്കരികിലേക്ക് ചെന്നു. കുഞ്ഞല്ലേ, അവൾ കണ്ടില്ല, അതാ ഇതിൻ്റെ പേരിൽ വഴക്ക് പറയേണ്ട അവളെ. എന്നാൽ അവർ അതൊന്നും കേൾക്കാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോഴേക്ക് മറ്റൊരു സ്ത്രീ വന്ന് അവളെ വഴക്കു പറയുന്നതിൽ നിന്നും അവരെ പിടിച്ചു മാറ്റി. നീ എന്തിനാ ഇപ്പം ഇത്ര വേഗത്തിൽ ഓടി വന്ന ആ ചേട്ടനെ ഇടിച്ചത്? അതുകൊണ്ടല്ലേ അമ്മ മോളെ വഴക്ക് പറഞ്ഞത്? ഞാൻ മനഃപൂർവ്വം ഇടിച്ചതല്ല, പല്ലവി ചേച്ചിയുടെ ഡാൻസ് കാണാൻ ഓടി വന്നതാ. പല്ലവി എന്ന് കേട്ടതും സഞ്ജയ് വേഗം അകത്തേക്ക് പാഞ്ഞു. അവൾ ഇവിടെ വന്നുപോ, എന്നിട്ടെന്തേ ഞാൻ കാണാതിരുന്നേ? അങ്ങനെ പല സംശയങ്ങളോടെയും അകത്തേക്ക് വരുമ്പോൾ സഞ്ജയ് കാണുന്നത് തൻ്റെ കൂട്ടുകാരികൾക്കൊപ്പം ഡാൻസ് ചുവടുവെക്കുന്ന പല്ലവിയെയാണ്. ഒരു നിമിഷം അവളുടെ ചുവടുകളിൽ മറന്ന് അവൻ അവളെ തന്നെ നോക്കി നിന്നു. അവളെ കാണുന്ന ഓരോ പ്രാവശ്യവും ആദ്യമായി കാണുന്ന ഫീലാണ് അവനിൽ നിറയുന്നത്. ഓരോ തവണ കാണുമ്പോഴും ഓരോ രീതിയിലുള്ള മായാജാലമാണ് അവൾക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നതെന്ന് തോന്നിപ്പോകും. ഡാൻസ് കളിച്ച് അവൾ അവിടെ നിന്ന് പോയ ശേഷം അവിടെ തന്നെ അവൻ്റെ കണ്ണുകൾ നിശ്ചലമായി ഉടക്കി നിന്നു.
അപ്പോഴും ആ കണ്ണുകളിൽ പല്ലവി തീർത്ത മായാജാലമായിരുന്നു. അരവിന്ദന്റെ അച്ഛൻ വന്ന് വിളിക്കുമ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത്. എല്ലാവർക്കൊപ്പം നിന്ന് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് അവൻ അകത്തേക്ക് വന്നു. ഓരോ മുറികളും അവൻ അവളെ തിരഞ്ഞു നടന്നു. അവസാനം മുകളിലത്തെ നടുമുറിയിലെത്തുമ്പോൾ അവിടെ എല്ലാവർക്കൊപ്പം ഇരുന്ന് പൂക്കൾ കെട്ടുന്ന പല്ലവിയെയാണ് കാണുന്നത്. അവൻ അവളെ ഒന്ന് നോക്കാനായി സൗണ്ട് ഉണ്ടാക്കിയെങ്കിലും അവൾ അതൊന്നും അറിയാതെ അവളുടെ ജോലിയിലായിരുന്നു. അവൾക്ക് ചുറ്റും ആൾക്കാർ ഇരിക്കുന്നത് കൊണ്ട് അവളോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും നാളത്തെ കല്യാണ തിരക്കുകൾ കഴിഞ്ഞ് അവളോട് തൻ്റെ ഇഷ്ടം അറിയിക്കാം എന്ന നിലയ്ക്ക് അവൻ അവിടെ നിന്ന് പോയിരുന്നു. എന്നാൽ പിറ്റേന്ന് അവളെ അവിടെയെങ്ങും കണ്ടില്ല. ആരോടെങ്കിലും അവളെ പറ്റി അന്വേഷിക്കാനായിട്ട് അരവിന്ദൻ്റെ വീട്ടുകാരല്ലാതെ പുറത്തുനിന്ന് ആരെയും അറിയില്ലായിരുന്നു. കല്യാണ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പെണ്ണിനെയും കൊണ്ട് പയ്യൻ്റെ വീട്ടിൽ പോകുന്നത് വരെയുള്ള ചടങ്ങുകളെല്ലാം നന്നായി നടന്നു. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ തൻ്റെ മനസ്സിൽ പല്ലവിയെ കാണാത്തതിലുള്ള സങ്കടം മാത്രമായിരുന്നു. പിറ്റേന്ന് അരവിന്ദൻ്റെ അച്ഛനിൽ നിന്നുമാണ് പല്ലവിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞത്. അച്ഛനൊന്ന് വയ്യാത്തത് കൊണ്ടാണ് അവൾ കല്യാണത്തിന് വരാതിരുന്നത് അപ്പോഴാണ് മനസ്സിലായത്. പല്ലവിയുടെ അച്ഛനെ കാണാൻ അരവിന്ദൻ്റെ അച്ഛനൊപ്പം പോകാൻ നിന്നതായിരുന്നു അന്ന്. എന്നാൽ അരവിന്ദൻ്റെ അത്യാവശ്യമായി ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞുള്ള കോളിൽ എനിക്ക് അന്ന് തന്നെ തിരികെ പോകേണ്ടി വന്നു. തിരികെ വരുമ്പോഴും എനിക്ക് അവളോടുള്ള പ്രണയം പറയാൻ കഴിയാത്തതിലുള്ള വിഷമമൊന്ന് മാത്രമായിരുന്നു മനസ്സിൽ. പല്ലവിയെ കണ്ട ഓരോ മാത്രയിലും അവൾ അറിയാതെ എടുത്ത ഫോട്ടോകളായിരുന്നു അവളുടെ ഓർമ്മയ്ക്കായി ആകെ കയ്യിലുണ്ടായിരുന്നത്. തൻ്റെ അമ്മയ്ക്ക് ശേഷം മനസ്സിൽ അമ്മയ്ക്കൊപ്പം തന്നെ തൻ്റെ മനസ്സിലൊരു സ്ഥാനം നേടി അവളും കുടിയിരിക്കാൻ തുടങ്ങി. അവളുടെ ഓർമ്മകൾ വന്ന് മൂടുമ്പോൾ എല്ലാം ആർക്കും ഒന്നും വിട്ടുകൊടുക്കാതെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി തൻ്റെ പ്രണയം അവളെ അറിയിക്കാൻ തിരഞ്ഞെടുത്ത മാർഗമായിരുന്നു അരവിന്ദ്. അരവിന്ദിൽ നിന്ന് പവിത്രയുടെ അനിയത്തിയാണ് അവൾ എന്നറിഞ്ഞതും അതുവഴി പല്ലവി എന്നിലേക്ക് വേഗം എത്തുമെന്ന് കരുതി. എന്നാൽ അവർ രണ്ടുപേരും കൂടെ നിന്ന് തന്നെ ചതിച്ചു. തൻ്റെ പെണ്ണിനെ വിൽക്കാൻ നോക്കുന്നെന്നറിഞ്ഞതും ഏറെ വൈകിയിരുന്നു. അവരിൽ നിന്നും അവളെ രക്ഷിച്ച് കൂടെ കൂട്ടാൻ അവൾക്കരികിലേക്ക് ഓടിപ്പോകാൻ ഇറങ്ങിയതായിരുന്നു. എന്നാൽ തൻ്റേതായ പല കാരണങ്ങൾ കൊണ്ടും അവൾക്കരികിൽ അപ്പോൾ എത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവൾക്കരികിലെത്തിയപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. എന്നാൽ ഇനിയും അവളെ ഒരു വിധിക്കും വിട്ടുകൊടുക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്തൊക്കെ വന്നാലും അവളെ തൻ്റേത് മാത്രമാക്കി കൂടെ കൂട്ടിക്കൊണ്ട് പോയിരിക്കും. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനെയും അവനും അവൾക്കുമിടയിൽ നിന്നും തകർത്തെറിയും എന്നും അപ്പോഴേക്കും അവൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പലതും ചിന്തിച്ചൊടുവിൽ എപ്പോഴോ അവൻ നിദ്രയിലേക്ക് വഴുതി വീണിരുന്നു. പല്ലവിയുടെ കയ്യിലിരിക്കുന്ന മിത്തുമോളെ അർച്ചനയും സൂര്യയും മതിമറന്ന് നോക്കി നിന്നുപോയി. അതും ആദ്യമായി ആ സുന്ദരിമണിയെ കാണുന്നത് പോലെ. വൈറ്റിൽ ഗോൾഡൻ ഡിസൈൻ വരുന്ന ഒരു ഫ്രോക്കാണ് മിത്തുമോള് ധരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഗോൾഡൻ കളർ വരുന്ന ബൺ കൊണ്ട് രണ്ട് സൈഡിലേക്ക് മുടി കെട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് മുടിയെടുത്ത് അവളുടെ കുഞ്ഞു നെറ്റിയിലേക്ക് മറച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം അവളുടെ മോണ കാട്ടിയുള്ള ചിരിയിൽ അവളുടെ സൗന്ദര്യം കുറച്ചുകൂടെ വർദ്ധിച്ചതായി തോന്നി അവർക്ക്. അർച്ചനയ്ക്ക് മുന്നേ സൂര്യ ഓടി വന്ന് പല്ലവിയിൽ നിന്നും മിത്തുമോളെ അവളുടെ കൈകളിലേക്കാക്കി. അവളുടെ കുഞ്ഞിക്കവളിൽ സൂര്യ ഒരു ചെറുമുത്തം നൽകി. ഇന്നെൻ്റെ വാവച്ചി സുന്ദരിമണി ആയല്ലോ. എൻ്റെ മിത്തുമോൾ അല്ലെങ്കിലും സുന്ദരി തന്നെയാ. പിന്നെ ഇന്ന് ഈ ഡ്രസ്സിൽ കുറച്ചുകൂടെ സുന്ദരിയായെന്നേ ഉള്ളൂ. അത്രയും പറഞ്ഞ് മിത്തുമോളുടെ താടിത്തുമ്പിൽ പിടിച്ചു വലിക്കുമ്പോൾ അവൾ കൈവീശി ചിരിക്കാൻ തുടങ്ങി. അല്ല പല്ലവി, ഇത് ഏത് ഡ്രസ്സാണ് മിത്തുമോൾക്ക് ഇട്ടേക്കുന്നത്? പുതിയതാണോ? നീ അവൾക്ക് ഇതുപോലുള്ള ഒരുപാട് വർക്ക് വരുന്ന ഡ്രസ്സൊന്നും വാങ്ങാറില്ലല്ലോ. പിന്നെ എന്തു പറ്റി ഇത് വാങ്ങാൻ? ഇത് ഞാൻ വാങ്ങിയതല്ല, കർണൻ സാറ് വാങ്ങിക്കൊണ്ട് വന്നതാ മിത്തുമോൾക്ക്. അതിന് സാറ് ഡ്രസ്സ് തന്നപ്പോൾ നീ വേണ്ടാന്ന് പറഞ്ഞതല്ലേ? പിന്നെ അവൾക്ക് വേണ്ടി അദ്ദേഹം ആശിച്ച് വാങ്ങിയതല്ലേ? ഞാനായിട്ടത് നിരസിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. പിന്നെയും അർച്ചൻ എന്തോ ചോദിക്കാൻ നിന്നതും സൂര്യ സംസാരിച്ചു തുടങ്ങി. നിങ്ങളിവിടെ മിത്തുമോളുടെ ഡ്രസ്സിനെ പറ്റി പറഞ്ഞു നിന്നു കേട്ടോ. ഓഫീസിൽ പോകാൻ സമയം വൈകുന്നു എന്ന് ഓർത്താൽ കൊള്ളാം രണ്ടാൾക്കും. പിന്നെ മറ്റൊന്നും ചിന്തിക്കാനോ പറയാനോ നിൽക്കാതെ അവർ ഓഫീസിലേക്ക് പോകാനിറങ്ങി. ബസ് സ്റ്റോപ്പിലേക്ക് ഇന്ന് മിത്തുമോളെയും കൊണ്ട് നടന്നത് സൂര്യയാണ്. ഓഫീസിനിപ്പുറത്ത് ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങുമ്പോഴും സൂര്യ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരുന്നു. ബസ് ഇറങ്ങി മുൻപോട്ട് നടക്കുമ്പോൾ സൈഡിലായുള്ള ഒരു കടയുടെ പുറത്ത് കണ്ണാടി ഗ്ലാസ്സിനുള്ളിൽ ഇരിക്കുന്ന റെഡ് ഡ്രസ്സ് ധരിച്ചൊരു ബേബി ഡോളിനെ മിത്തുമോളുടെ കണ്ണുകൾ ഉടക്കി നിന്നു. അവൾക്ക് ആ ബേബി ഡോൾ വേണമെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് സൂര്യയുടെ മുഖത്ത് കുഞ്ഞിക്കരങ്ങളിട്ട് അടിച്ചുകൊണ്ട് ചിണുങ്ങി കരയാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ആ കുഞ്ഞിക്കരങ്ങൾ കണ്ണാടിക്കുള്ളിലിരിക്കുന്ന ബേബി ഡോളിലേക്ക് നീളുകയും ചെയ്തു. മിത്തുമോൾ ചിണുങ്ങുന്നത് കണ്ടതും പല്ലവി അവൾക്കരികിലേക്ക് വന്നു. നീ എൻ്റെ മിത്തുമോളെ എടുത്തപ്പോഴേ ഞാൻ കരുതി നീ അവളെ കരയിപ്പിക്കുമെന്ന്. സമാധാനമായല്ലോ അവളെ കരയിപ്പിച്ചപ്പോൾ.
അവളുടെ കയ്യിൽ നിന്നും എടുക്കുന്നു കരുതി ഓടിച്ചെന്നെടുത്തതല്ലേ. എന്നിട്ടിപ്പോൾ അവളെ കരയിപ്പിച്ചപ്പോൾ സമാധാനമായല്ലോ നിനക്ക്. അതിന് ഞാനൊന്നും ചെയ്തില്ല. അവൾ എന്തിനാ കരയുന്നതെന്ന് പോലും അറിയില്ല എനിക്ക്. നീ ഇനി ഒന്നും പറയണ്ട. നീ എൻ്റെ മിത്തുമോളെ കരയിപ്പിച്ചേ. സൂര്യമിത്തുമോളെയും ചേർത്ത് പിടിച്ച് പല്ലവിയെ ദയനീയമായി നോക്കി. ഇനി ഇതും പറഞ്ഞേ രണ്ടും കൂടി ഇവിടെ കിടന്ന് വഴക്ക് കൂടണ്ട. ഇതേ നമ്മുടെ വീടല്ല, രണ്ടിനും നിന്ന് പിള്ളേരെ പോലെ തല്ലുപിടിക്കാൻ. പല്ലവി മിത്തുമോളെ സൂര്യയിൽ നിന്നും അവളുടെ കരങ്ങളിലേക്കെടുത്തു. അമ്മയുടെ ചുന്ദരി വാവ് എന്തിനെ കരയുന്നേ? അമ്മ എടുക്കാതിരുന്നത് കൊണ്ടാണോ? പല്ലവി കൊഞ്ചിക്കൊണ്ട് അവളോട് അത് ചോദിക്കുമ്പോഴും മിത്തുമോൾ ചിണുങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. കണ്ടോ, പല്ലവി എടുത്തിട്ടും കരച്ചിൽ നിർത്തിയില്ല. അവളപ്പം മിത്തുമോൾ കരയാൻ കാരണേ ഞാനല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? നീ ഇനി എന്ത് പറഞ്ഞാലും ഇപ്പം മിത്തുമോളെ കരയിപ്പിച്ചത് നീ തന്നെയാ. റോഡ് സൈഡ് ആയിപ്പോയി. ഇല്ലെങ്കിൽ നീ കുറേ പറയും. ഒന്ന് പോടി. നീ തിരിച്ച് ഫ്ലാറ്റിൽ വരുമല്ലോ, അപ്പോൾ ഇതിനുള്ളത് തരാൻ ഞാൻ. അതെയോ? പിന്നെ അർച്ചനയോടൊന്നും മിണ്ടാൻ പോയില്ല. മിത്തുമോളുടെ കരച്ചിൽ എന്തു പറഞ്ഞിട്ട് മാറുന്നില്ലെന്ന് കണ്ടതും പല്ലവി മിത്തുമോളെ അവളുടെ കുഞ്ഞിക്കരങ്ങൾ കൊണ്ട് ചൂണ്ടുന്ന സ്ഥലത്തേക്ക് നോക്കി. അപ്പോഴാണ് കണ്ണാടിക്കുള്ളിലിരിക്കുന്ന ബേബി ഡോളിനെ പല്ലവിയും കാണുന്നത്. പല്ലവി ആ ബേബി ഡോളിനെ ചൂണ്ടിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടാണോ എൻ്റെ മിത്തൂസ് കരയുന്നതെന്ന് അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് ചോദിക്കുമ്പോൾ അതേന്ന് തലയാട്ടി. പല്ലവി മിത്തുമോളെ ബേബി ഡോളിന് വേണ്ടിയിട്ടാണ് കരഞ്ഞെന്ന് പറയുമ്പോൾ സൂര്യ അർച്ചനയെ കൂർപ്പിച്ചൊന്ന് നോക്കി. അത് കണ്ടിട്ടും കാണാത്തതുപോലെ പല്ലവിയുടെ കയ്യിൽ നിന്നും മിത്തുമോളെ എടുത്ത് ആ ബേബി ഡോളിൻ്റെ മിത്തൂസിനെ വാങ്ങിത്തരാലോ എന്ന് പറഞ്ഞ് അവൾ കൊഞ്ചിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആ ഡോള് വാങ്ങിയിട്ട് വരാം. തൽക്കാലം മിത്തുമോളെയും കൊണ്ട് ഈ വെയിലത്തും ഇവിടെ നിൽക്കണ്ട. നിങ്ങൾ ഓഫീസിൻ്റെ മുൻപിൽ വന്ന് നിന്നാൽ മതി. ഞാനിത് വാങ്ങിയിട്ട് വരാം. അത്രയും പറഞ്ഞ് ആ ഡോള് വാങ്ങാൻ പല്ലവി കടയിലേക്ക് കയറുമ്പോൾ മിത്തുമോളെയും കൊണ്ട് റോഡ് ശ്രദ്ധയോടെ ക്രോസ് ചെയ്ത അർച്ചനയും സൂര്യയും ഓഫീസ് ഗേറ്റിന് മുന്നിലായി വന്നു നിന്നു. പല്ലവി മിത്തുമോൾക്കുള്ള ഡോളും കൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന കാഴ്ചയാണ് സുപ്രിയ കാണുന്നത്. എന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ പല്ലവി റോഡ് ക്രോസ് ചെയ്തതും സുപ്രിയയുടെ കാർ അവളെ ഇടിച്ചിട്ട് മുൻപോട്ട് പോയതും ഒരുമിച്ചായിരുന്നു. ഇത് കണ്ടു നിന്ന് അർച്ചനയും സൂര്യയും മിത്തുമോളെയും കൊണ്ട് അവൾക്കരികിലേക്ക് ഓടിയെത്തിയിരുന്നു. പല്ലവിക്ക് ചുറ്റും ആളുകൾ കൂടിയത് കണ്ടതും പിന്നിലേക്കെടുത്ത് അവളുടെ കാറ് ശരവേഗത്തിൽ മുന്നിലേക്ക് പായിച്ചു. പല്ലവിയെ വണ്ടിയിടിച്ചത് കണ്ട മിത്തുമോൾ അവളുടെ കുഞ്ഞു വാവിട്ട് കരങ്ങൾ കൊണ്ട് അടിച്ച് കരയാൻ തുടങ്ങി. സൂര്യ ഓടി പല്ലവക്കരികിലെത്തുമ്പോൾ അവളുടെ നെറ്റി പൊട്ടി ചോര വാർന്നൊലിച്ചു. അത് കാണുന്തോറും അവളുടെ ഹൃദയം പിടഞ്ഞു. അർച്ചനയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ഒരുപക്ഷെ അവരെക്കാൾ ദയനീയമായിരുന്നു മിത്തുമോളുടെ അവസ്ഥ. സൂര്യയുടെ മടിയിൽ നെറ്റിയിൽ നിന്നും ചോര വാർന്നൊഴുകി ബോധമില്ലാതെ കിടക്കുന്ന തൻ്റെ അമ്മയെ കാണും തോറും ആ കുഞ്ഞിക്കണ്ണുകൾ നിറച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ആൾക്കൂട്ടം കണ്ട് അവിടേക്കെത്തിയ കർണൻ കാണുന്നത് ചോരയിൽ കിടക്കുന്ന പല്ലവിയെയാണ്. ഒപ്പം അർച്ചനയുടെ കയ്യിലിരുന്ന് കരയുന്ന മിത്തുമോളെയും. കർണൻ ആ കാഴ്ച തൻ്റെ ഹൃദയത്തെ കൊത്തിവലിക്കുന്നത് പോലെ തോന്നി. ഒന്നും ചിന്തിച്ചു നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ വേഗം വന്ന് പല്ലവിയെ തൻ്റെ കരങ്ങൾ കൊണ്ട് കോരിയെടുത്ത് മുൻപിലേക്ക് നടന്നു. അപ്പോഴും അവൻ്റെ കരങ്ങളിൽ ഒന്നും അറിയാതെ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു പല്ലവി. കർണൻ അവളെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ കിടത്തി മാറുമ്പോൾ അർച്ചനയും സൂര്യയും കൂടി ബാക്ക് സീറ്റിലേക്ക് കയറി. മിത്തുമോൾ അപ്പോഴും കരച്ചിൽ നിർത്തിയില്ല. അവൾ ശക്തിയായി കരഞ്ഞുകൊണ്ടിരുന്നു. കർണൻ ശരവേഗത്തിൽ റോഡിലൂടെ അവൻ്റെ കാർ പായിച്ചു. അപ്പോഴും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് പല്ലവിയുടെയും മിത്തുമോളുടെയും മുഖം മാത്രമായിരുന്നു.